ഹായ് ഓൾ, എല്ലാവർക്കും ജിക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റിവിഷൻ ചെയ്യാൻ പോകുന്നത് നവോത്ഥാന നായകരാണ്. ആ നവോത്ഥാന നായകരിൽ പാമ്പാടി ജോൺ ജോസഫ്, KP വള്ളോന്, മുർക്കോത്ത് കുമാരൻ എന്നിങ്ങനെ 3 ആൾക്കാരെയാണ് നമ്മളിന്ന് റിവിഷൻ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ഒക്കെ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നത് പാമ്പാടി ജോൺ ജോസഫ്. ഇതൊക്കെ ഈ 3 ആൾക്കാരും പരീക്ഷയിൽ വെച്ച് ക്വസ്റ്റ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് വരാവുന്ന ഭാഗം തന്നെയാണ്. നവോത്ഥാനം എന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നോക്കിക്കേ, പാമ്പാടി ജോൺ ജോസഫ്, വർഷം 1887 1940. പാമ്പാടി ജോൺ ജോസഫ് വർഷം 1887 ജനിച്ചു, മരിച്ചത് 1940. ജന്മസ്ഥലം, ആ ജന്മസ്ഥലം നമുക്ക് ഇവിടുന്ന് പേരിൽ നിന്ന് തന്നെ കിട്ടും. കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന സ്ഥലത്താണ് ജനിച്ചത്. പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി. ദളിത് വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ. ദളിത് വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ആര്? പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത്. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഈ തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിക്കപ്പെട്ടതെന്നും കൂടെ അറിഞ്ഞിരിക്കുക. 1921 ജനുവരി 14. 1921 ജനുവരി 14. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു പാമ്പാടി ജോൺ ജോസഫ്. സ്ഥാപക പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പാറടി ഏബ്രഹാം ഐസക് ആണ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യം എന്താണ്? ഗോത്രപരമായിട്ട് സംഘടിക്കൂ, മതപരമായിട്ട് അല്ല. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല. അപ്പം നമ്മൾ ഓർത്തിരിക്കുക, പാമ്പാടി ജോൺ ജോസഫ് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാന കാര്യമാണ് എന്താ? തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചു, അല്ലേ? അതെന്നാണ് സ്ഥാപിച്ചത്? 1921 ജനുവരി 14 സ്ഥാപിച്ചത്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യം എന്താണ്? ഗോത്രപരമായിട്ട് സംഘടിക്കൂ, മതപരമായല്ല എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സാധുജന ദൂതൻ എന്ന മാസിക, അതും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. പാമ്പാടി ജോൺ ജോസഫിൻ്റെയാണ്. വർഷം 1919. സാധുജന ദൂതൻ പാമ്പാടി ജോൺ ജോസഫിൻ്റെയാണ്. 1919. പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1931. പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1931. ദളിത് ക്രിസ്ത്യാനികൾക്കായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ മെമ്മറാണ്ടം സമർപ്പിച്ച നവോത്ഥാന നായകനാണ് ആര്? പാമ്പാടി ജോൺ ജോസഫ്. ദളിത് ക്രിസ്ത്യാനികൾക്കായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ മെമ്മറാണ്ടം സമർപ്പിച്ച നവോത്ഥാന നായകനാണ് ആര്? പാമ്പാടി ജോൺ ജോസഫ്. എന്നാണ് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ 1935 ഏപ്രിൽ 24. 1935 ഏപ്രിൽ 24. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും, ഇതും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ്. ദളിത് ക്രിസ്ത്യാനികൾക്കെതിരെ സിറിയൻ ക്രിസ്ത്യാനികളുടെ അവഗണനയിലൊക്കെ പ്രതിഷേധിച്ച് പാമ്പാടി ജോൺ ജോസഫ് രചിച്ച കൃതിയാണേത്? ചെറുമാബോയ്. ഇതും പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ദളിത് ക്രിസ്ത്യാനികൾക്കെതിരെ സിറിയൻ ക്രിസ്ത്യാനികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാമ്പാടി ജോൺ ജോസഫ് രചിച്ച കൃതി ഏതാണ്? ചെറുമാബോയ് ആണ്. ഒന്നുകൂടെ നോക്കിക്കേ, പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത് കോട്ടയം ജില്ലയിലെ പാമ്പാടിയിൽ 1887. ദളിത് വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചു. 1921 ജനുവരി 14 തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിക്കപ്പെട്ടത്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യം എന്താണ്? ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായിട്ടല്ല. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫാണ്. 1919. പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1931. ദളിത് ക്രിസ്ത്യാനികൾക്കായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ മെമ്മറാണ്ടം സമർപ്പിച്ച നവോത്ഥാന നായകനാണ് ആര്? പാമ്പാടി ജോൺ ജോസഫ്. മെമ്മറാണ്ടം സമർപ്പിച്ചതെന്നാണ് 1935 ഏപ്രിൽ 24. സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും എന്ന പുസ്തകം എഴുതിയത് പാമ്പാടി ജോൺ ജോസഫാണ്.
ദളിത് ക്രിസ്ത്യാനികൾക്കെതിരെ സിറിയൻ ക്രിസ്ത്യാനികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാമ്പാടി ജോൺ ജോസഫ് രചിച്ച കൃതിയാണിത് ചെറുമാബോയ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന KP വള്ളോനാണ്. ജനനം 1894 ജനുവരി 2 സ്ഥലം ഒന്ന് നോട്ട് ചെയ്യുക, മുളവുകാടാണ്. മുളവുകാട്. KP വള്ളോൻ ഇവിടെ ഉള്ളതാണ്. മുളവുകാടുണ്ട്. അച്ഛന് പിഴങ്ങൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പിഴങ്ങൻ എന്നാണ്. ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥയെ ശക്തമായി എതിർത്ത നവോത്ഥാന നായകനാണ് KP വള്ളോൻ. ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥയെ ശക്തമായി എതിർത്ത നവോത്ഥാന നായകനാണ് KP വള്ളോന്. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വള്ളോൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണ് 1931-39 കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വള്ളോൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1931-39. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എറണാകുളത്ത് ഹോസ്റ്റൽ ആരംഭിച്ചു. KP വള്ളോണ്. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എറണാകുളത്ത് ഹോസ്റ്റൽ ആരംഭിച്ച നവോത്ഥാന നായകനാണ് KP വള്ളോണ്. അധകൃതൻ എന്ന മാസിക KP വള്ളോൻ പ്രസിദ്ധീകരിച്ച വർഷം എന്നാണ് 1936. അധകൃതൻ എന്ന മാസിക KP വള്ളോൻ പ്രസിദ്ധീകരിച്ച വർഷം 1936. KP വള്ളോൻ അന്തരിച്ച വർഷം 1940 ഏപ്രിൽ 14. അപ്പോൾ നോക്കിക്കേ, ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. KP വള്ളോൻ ജനിച്ചത് 1894 ജനുവരി 2 മുളവുകാടാണ്. അച്ഛൻ്റെ പേര് പിഴങ്ങൻ എന്നാണ്. ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥയെ ശക്തമായിട്ട് എതിർത്ത നവോത്ഥാന നായകനാണ് KP വള്ളോൻ. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് വള്ളോൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1931-39. ദളിത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എറണാകുളത്ത് ഹോസ്റ്റൽ ആരംഭിച്ച നവോത്ഥാന നായകനാണ് KP വള്ളോൻ. അധകൃതൻ എന്ന മാസിക KP വള്ളോൻ പ്രസിദ്ധീകരിച്ച വർഷം 1936. KP വള്ളോൻ അന്തരിച്ച വർഷം 1940 ഏപ്രിൽ 14. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് CV കുഞ്ഞിരാമനാണ്. CV കുഞ്ഞിരാമൻ 1871 ജനിച്ചു. 1949 മരിച്ചു. ജന്മസ്ഥലം എവിടെയാണ്? മയ്യനാട് ഗ്രാമം, കൊല്ലമാണ്. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ ആരൊക്കെയാണ്? വേലായുധനുമുണ്ട്, കുഞ്ഞിച്ചാളിയുമുണ്ട്. പരവൂർ കേശവനാശാൻ ആരംഭിച്ച സുജനനന്ദിനി പത്രത്തിൽ പദ്യങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതി സാഹിത്യ ലോകത്തിലേക്ക് പ്രവേശിച്ചു. എന്തിലാണ് എഴുതി? പറവൂർ കേശവനാശാൻ്റെ സുജനനന്ദിനി എന്ന പത്രത്തിൽ എന്തൊക്കെയാണ്? പദ്യങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതി. 1911 കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് ആരാണ്? CV കുഞ്ഞിരാമനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാണ് കേരള കൗമുദി പത്രം സ്ഥാപിച്ചത്? ആരാണ് എന്നാണെന്ന് 2 ചോദ്യങ്ങൾ കൂടെ ഉത്തരം കിട്ടും. അപ്പോൾ 1911 കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് ആരാണ്? CV കുഞ്ഞിരാമനാണ്. കൊല്ലം ജില്ലയിലെ മയ്യനാടുള്ള സുവർണപ്രകാശം പ്രസ്സിൽ നിന്നുമാണ് കേരള കൗമുദി പത്രം പ്രസിദ്ധീകരണം. എവിടെയാണ്? സുവർണപ്രകാശം പ്രസ്. കൊല്ലം ജില്ലയിലെ മയ്യനാടുള്ള സുവർണപ്രകാശം പ്രസ്സിൽ നിന്നുമാണ് കേരള കൗമുദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കേരള കൗമുദി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? K. സുകുമാരനാണ്. K. സുകുമാരൻ. കേരള കൗമുദി ദിനപത്രമായി പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം എന്നാണ് 1940. മലയാള രാജ്യം പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപനായിരുന്നു CV കുഞ്ഞിരാമൻ. CV കുഞ്ഞിരാമൻ. പരവൂരിൽ സമുദായ പരിഷ്കാര സഭ സ്ഥാപിച്ചത് വർഷം 1904. പിന്നെ 1936 മതപരിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി CV കുഞ്ഞിരാമൻ. അദ്ദേഹത്തിൻ്റെ നോവലുകൾ എന്തൊക്കെയാണ്? പഞ്ചവടി, ശ്രീകോവിൽ, രാഗപരിണാമം. പഞ്ചവടി, ശ്രീകോവിൽ, രാഗപരിണാമം. 1928 1931 SNDPയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. TN സിംഹളൻ, ഭാഷാഭിമാനി, PK എന്നീ പേരുകൾ കേരള കൗമുദി പത്രത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തിയാണ് CV കുഞ്ഞിരാമൻ. TN സിംഹളൻ, ഭാഷാഭിമാനി, PK എന്നീ പേരുകളിൽ കേരള കൗമുദി പത്രത്തിൽ ലേഖനങ്ങളൊക്കെ എഴുതി. അപ്പോൾ ആ പേരുകളൊന്നും ഓർത്തിരിക്കുക. ഈ പേര് ആരുടെയാണെന്ന് ചോദിക്കാമല്ലോ. അപ്പോൾ ഓർത്തിരിക്കാം. TN ഉണ്ട്, സിംഹളനുണ്ട്, ഭാഷാഭിമാനിയുണ്ട്, PK. ഇത്രയുണ്ട്. ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങളും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം എഴുതി വ്യക്തിയാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. എന്തിനോടനുബന്ധിച്ച്? ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് ദേശാഭിമാനി പത്രത്തിൽ എന്താ എഴുതിയത്? ഞങ്ങളും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന്. ഞങ്ങളും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം എഴുതിയ വ്യക്തിയാണ് ആര്? CV കുഞ്ഞിരാമൻ. CV കുഞ്ഞിരാമൻ്റെ കിട്ടിയല്ലോ. CV കുഞ്ഞിരാമൻ ജനിച്ചത് 1871 ഫെബ്രുവരി 6 മയ്യനാട് ഗ്രാമം, കൊല്ലത്താണ്. പിന്നെ പറവൂർ കേശവനാശാൻ ആരംഭിച്ച സുജനനന്ദിനി പത്രത്തിൽ പദ്യങ്ങളും ലേഖനങ്ങളൊക്കെ എഴുതിയാണ് സാഹിത്യ ലോകത്തിലേക്ക് പ്രവേശിച്ചത്. 1911 കേരള കൗമുദി പത്രം സ്ഥാപിച്ചു.
കൊല്ലം ജില്ലയിലെ മയ്യനാടുള്ള സുവർണപ്രകാശം പ്രസ്സിലാണ് ഈ കേരള കൗമുദി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അപ്പോൾ ആ പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ ആരായിരുന്നു? കെ സുകുമാരനാണ്. കേരള കൗമുദി ദിനപത്രമായിട്ട് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1940 ഇമ്പോർട്ടൻ്റ് ആണ്. മലയാള രാജ്യം പത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപരാണ് ആര്? സി വി കുഞ്ഞിരാമൻ. പറവൂരിൽ സമുദായ പരിഷ്കാര സഭ സ്ഥാപിച്ച വർഷം 1904. 1936 മതപരിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സി വി കുഞ്ഞിരാമൻ. പ്രധാന നോവലുകൾ ഏതൊക്കെയാണ്? പഞ്ചവടി, ശ്രീകോവിൽ, രാഗപരിണാമം, തീയൻ, സിംഹളൻ, ഭാഷാഭിമാനി, PK എന്നീ പേരുകളിൽ കേരള കൗമുദി പത്രത്തിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന വ്യക്തിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് ദേശാഭിമാനി പത്രത്തിൽ ഞങ്ങളും സർക്കാർ ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന ലേഖനം എഴുതിയ വ്യക്തിയാണ് ആര്? സി വി കുഞ്ഞിരാമൻ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് മുർക്കോത്ത് കുമാരനാണ്. 1874 ജനിച്ചു. 1941 മരണമടഞ്ഞത്. ജന്മസ്ഥലം ഏതാണ്? മുർക്കോത്ത് കുമാരൻ്റെ തലശ്ശേരി, കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയാണ്. മുർക്കോത്ത് രാമുണ്ണിയാണ് അച്ഛന്. മാതാവാരാണ്? കുഞ്ചിത്തിരുത്തേവിയാണ്. അപ്പോൾ നോക്കിക്കേ, ശ്രീനാരായണ ഗുരു, ഒയ്യാരത്ത് ചന്തുമേനോൻ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ തുടങ്ങിയ പ്രസിദ്ധരായ വ്യക്തികളുടെയൊക്കെ ജീവിത ഗ്രന്ഥം എഴുതിയ ആരാ? മുർക്കോത്ത് കുമാരൻ. അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? മുർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ്? മുർക്കോത്ത് കുമാരനാണ്. പിന്നെ ഗജകേസരി, മിതവാദി, സരസ്വതി, കേരള ചിന്താമണി തുടങ്ങിയ പത്രങ്ങളുടെയൊക്കെ പത്രാധിപരായിട്ടൊക്കെ പ്രവർത്തിച്ചു. ഇത് അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തു. ഇമ്പോർട്ടൻ്റ് ആണ് ആര്? മുർക്കോത്ത് കുമാരൻ. എന്തായിരുന്നു? ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തു കേട്ടോ. ഇനി 1897 തലശ്ശേരിയിൽ നിന്ന് പുറത്തിറങ്ങിയ സരസ്വതി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപനായിരുന്നു. ഇനി മിതവാദിയെക്കുറിച്ച് 1907 തലശ്ശേരിയിൽ നിന്നും നമ്മുടെ മിതവാദി പ്രസിദ്ധീകരിച്ചു. ഓക്കെ ആണല്ലോ. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസികയാണ് ഇത് മിതവാദി മാസിക. ശ്രീകൃഷ്ണൻ മിതവാദിയുടെ ഉടമസ്ഥാവകാശം നേടുകയും കോഴിക്കോട് നിന്നും മാസികയായിട്ട് പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്ത വർഷം 1913. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത പോയിന്റ്സ് നോക്കാം. കുമാരൻ നാശൻ്റെ വീണപൂവ് ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിലാണ്? നമ്മുടെ മിതവാദി പത്രത്തിലാണ്. അതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ 1919 മുർക്കോത്ത് കുമാരൻ പുറത്തിറക്കിയ ഒരു വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമുണ്ട്. വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമാകുമ്പോൾ അതിൻ്റെ പേര് വിദ്യാലയം എന്നാണ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. അപ്പോൾ 1919 മുർക്കോത്ത് കുമാരൻ പുറത്തിറക്കിയ വിദ്യാഭ്യാസ പ്രസിദ്ധീകരണം ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? വിദ്യാലയമാണ്. വിദ്യാലയം. വജ്രസൂചി ഇമ്പോർട്ടൻ്റ് ആണ്. വജ്രസൂചി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. ആരാണ്? നമ്മുടെ മുർക്കോത്ത് കുമാരൻ തന്നെയാണ് വജ്രസൂചി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. മുർക്കോത്ത് കുമാരൻ രചിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്ര ഗ്രന്ഥം ഏതാണെന്നറിയാവോ? ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ജീവചരിത്രം തന്നെയാണ് അതിൻ്റെ പേര്. മുർക്കോത്ത് കുമാരൻ രചിച്ച ഒരു നാടകമുണ്ട്. ഏതാണെന്നറിയോ? ഒരു മഹാസത്യം അഥവാ കുനിയുടെ കുസൃതി. ഓക്കെ, ഒന്ന് ഓർത്തിരിക്കുക. മുർക്കോത്ത് കുമാരൻ രചിച്ച നാടകമാണ് ഒരു മഹാസത്യം അഥവാ കുനിയുടെ കുസൃതി. മുർക്കോത്ത് കുമാരൻ അന്തരിച്ചത് 1941 ജൂൺ 25. അദ്ദേഹത്തിൻ്റെ പ്രധാന ചെറുകഥകളാണ് കുഞ്ചൻ കഥകൾ, സൈരന്ധ്രി, ഭാരത കഥാസംഗ്രഹം, ശാകുന്തളം, ഗദ്യം. പിന്നെ ഉപന്യാസങ്ങളൊക്കെയാണ് അമ്മമാരുടെ ഒരു പ്രസംഗം, യാദവകൃഷ്ണൻ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർക്കും അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളാണ്. നോവലുകളാണ് അബുനായർ, കനകമൂലം, വസുമതി. അബുനായർ, കനകമൂലം, വസുമതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുക. നമ്മൾ ആരൊക്കെക്കുറിച്ച് നോക്കി? മുർക്കോത്ത് കുമാരനെ പഠിച്ചു. സി വി കുഞ്ഞിരാമനെ നമ്മൾ റിവിഷൻ ചെയ്തു അല്ലേ? അപ്പോൾ അദ്ദേഹത്തെയും പഠിച്ചു. പിന്നെ KP വള്ളോന്, പാമ്പാടി ജോൺ ജോസഫ്, KP വള്ളോന്, പിന്നെ സി വി കുഞ്ഞിരാമൻ, മുർക്കോത്ത് കുമാരൻ. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കുക. പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.